ഹലോ സ്റ്റുഡൻസ്, നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. സ്ട്രോങ് ആൻഡ് വീക്ക് കൺവേർജൻസ്. നമ്മൾ കാൽക്കുലസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവേർജൻസ് പഠിക്കുന്നുണ്ട്. കണ്ടീഷണൽ കൺവേർജൻസ്, ഓർഡിനറി കൺവേർജൻസ്, അബ്സല്യൂട്ട് കൺവേർജൻസ്, യൂണിഫോം കൺവേർജൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഫംഗ്ഷൻ അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ സീക്വൻസിൻ്റെ കൺവേർജൻസ് കണ്ടു കഴിഞ്ഞു. നോർമൽ സ്പേസിൽ അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് സ്പേസിലും സീക്വൻസിൻ്റെ കൺവേർജൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സീക്വൻസ് ഓഫ് കൺവേർജൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മൾ കൺവേർജൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന് സ്ട്രോങ് കൺവേർജൻസ്, ഒന്ന് വീക്ക് കൺവേർജൻസ്. സീക്വൻസിലെ നോർമൽ സ്പേസിലെ സീക്വൻസ് ഓഫ് കൺവേർജൻസിനെയാണ് നമ്മൾ സ്ട്രോങ് കൺവേർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് കൺവേർജൻസ് ആണ്, മറ്റൊരു സ്പെഷ്യൽ ടൈപ്പ് കൺവേർജൻസ് ആണ് വീക്ക് കൺവേർജൻസ്. അത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രോങ് കൺവേർജൻസ്, വീക്ക് കൺവേർജൻസ്, ഓൾറെഡി സ്ട്രോങ് കൺവേർജൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ദെൻ വീക്ക് കൺവേർജൻസ് എന്താണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രോങ് കൺവേർജൻസ്. എ സീക്വൻസ് xn in a normed space x norm is said to be strongly convergent. Is said to be strongly convergent or convergent in the norm if there is an x element of capital X such that limit n tends to infinity norm xn minus x equal to 0. This is written as limit n tends to infinity xn is equal to x or xn approaches to x. Here x is called strong limit of sequence xn, and we say that sequence xn converges strongly to x. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ നോർമൽ സ്പേസിലെ സീക്വൻസ് കൺവേർജൻസ് അതിനെ തന്നെയാണ് നമ്മൾ സ്ട്രോങ് കൺവേർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമൽ സ്പേസിലെ സീക്വൻസ് കൺവേർജൻസ് തന്നെയാണ് സ്ട്രോങ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഓർഡിനറി കൺവേർജൻസ് തന്നെയാണ്, ഓർഡിനറി സീക്വൻസ് കൺവേർജൻസ് തന്നെയാണ് സ്ട്രോങ് കൺവേർജൻസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ദെൻ ദിസ് എക്സ് ഈസ് കോൾഡ് ദ സ്ട്രോങ് ലിമിറ്റ്. എക്സ് ഈസ് കോൾഡ് ദ സ്ട്രോങ് ലിമിറ്റ്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് കാണുന്ന വീക്ക് കൺവേർജൻസ് എന്താണെന്നുള്ളതാണ്. വീക്ക് കൺവേർജൻസ്. A sequence xn in a normed space x norm is said to be weakly convergent if there is an x element of x such that for all f element of x dash dual space such that limit n tends to infinity f of xn is equal to f of x. That is a condition. That is, a sequence xn in a normed space x norm is said to be weakly convergent. Is said to be weakly convergent or weak convergence. Is said to be weakly convergent if there is an x element of capital X such that for all f element of x dash f of xn approaches to f of x. That is a condition. അതായത് നോർമൽ സ്പേസിലെ ഒരു സീക്വൻസ് എക്സൻ വീക്ക്ലി കൺവേർജൻ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് വി ക്യാൻ ഫൈൻഡ് ആൻ എലമെൻറ്റ് എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് ഫോർ ഓൾ എഫ് എലമെൻറ്റ് ഓഫ് എക്സ് ഡാഷ്, എക്സ് ഡാഷിലെ ഡ്യുവൽ സ്പേസ് ഓഫ് എക്സ് ഡാഷിലെ ഏത് ലീനിയർ ഫങ്ഷണൽ എടുത്തു കഴിഞ്ഞാലും ആ എഫ് ഓഫ് എക്സൻ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സൻ എങ്ങോട്ട് പോയിരിക്കണം? എഫ് ഓഫ് എക്സിലേക്ക് പോയിരിക്കണം. ക്ലിയർ ആണല്ലോ? അതായത് എക്സ് ഡാഷിൽ ഏത് ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ എഫ് എടുത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് എക്സൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിലേക്കായിരിക്കണം പോയിരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ വി കൺസിഡർ ചൂസ് ആൻ എലമെൻറ്റ് ജി ബിലോങ്സ് ടു എക്സ് ഡാഷ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സൻ എന്ന് പറയുന്നത് എങ്ങോട്ട് മാപ്പ് ചെയ്യണം? ജി ഓഫ് എക്സിലേക്ക് മാപ്പ് ചെയ്യണം, കറസ്പോണ്ടിങ് ടു ദിസ് എക്സ്. അത്തരത്തിലൊരു എക്സ്, ഏത് എഫ് എക്സ് ഡാഷിൽ ഏത് എലമെൻറ്റ് എഫ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സൻ എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ് ക്യാപിറ്റൽ എക്സിൽ എക്സിസ്റ്റ് ചെയ്യണം, നോർമൽ സ്പേസ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ് നോർമൽ സ്പേസ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ സീക്വൻസ് എക്സൻ എന്ന് പറയുന്നത് വീക്ക്ലി കൺവേർജൻ്റ് ആണെന്ന് പറയാം. ആൻഡ് റെപ്രസെൻറ്റേഷൻ അനുസരിച്ച് വി ഡിനോട്ട് ഇറ്റ് ആസ് xn converges to x weakly. ഉദ്ദേശിക്കുന്നത് xn converges to x weakly. And this x is called weak limit of sequence xn. And this here x is called weak limit of sequence xn. And we say that sequence xn converges weakly to x. Weak convergence എന്താണെന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ് നോർമൽ സ്പേസ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ സീക്വൻസ് എക്സൻ എന്ന് പറയുന്നത് വീക്ക്ലി കൺവേർജൻ്റ് ആണ്, വീക്ക്ലി കൺവേർജൻസ് ടു ദിസ് എക്സ്.
and we denote it as xn converges to x weakly, and this x is called weak limit of sequence xn. Weak limit of sequence xn. So that's a weak convergence. It is for all f element of x dash f of x എങ്ങോട്ട് പോയിരിക്കണം, f of x-ലേക്ക് പോയിരിക്കണം. അത്തരത്തിലൊരു എക്സ് നോർമൽ സ്പേസ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ദറ്റ് ഈസ് ഇഫ് യു ചൂസ് ആൻ എലമെന്റ് g element of x dash, g of x എങ്ങോട്ട് പോയിരിക്കണം, ആ g of x-ലേക്ക് പോയിരിക്കണം. ഇഫ് യു ചൂസ് ആൻ എലമെന്റ് h element of x dash, h of x എങ്ങോട്ട് പോയിരിക്കണം, h of x-ലേക്ക് പോയിരിക്കും. അങ്ങനെ ഏത് എക്സ് ഡാഷിൽ ഏത് എലമെന്റ് എഫ് നിങ്ങൾ ഏത് എലമെന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ എഫ് ഓഫ് എക്സിലേക്ക് പോയിരിക്കണം. അത്തരത്തിലൊരു എക്സ് നോർമൽ സ്പേസ് എക്സിൽ കണ്ടുപിടിക്കാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് വീക്ക്ലി കൺവേർജൻറ്റ് സീക്വൻസ് ആയിരിക്കണം, കൺവേർജൻറ്റ് സീക്വൻസ് ആയിരിക്കും. And this x is called the weak limit of sequence xn, and we denote it as xn converges to x weakly. Strong convergence ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. So this is a strong convergence. So this means xn converges to x strongly, xn converges to x strongly, and this means xn converges to x weakly. Okay, so that's a weak convergence and strong convergence. Clear ആണല്ലോ? Okay, then next we consider lemma. അതായത് നമ്മൾ സീക്വൻസിന് കൺവേർജൻസ് പഠിക്കുമ്പോൾ സീക്വൻസ് കൺവേർജൻസ് ഓർഡിനറി കൺവേർജൻസുകൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് യുണീക്ക് ആയിരിക്കും. നമ്മൾ പഠിക്കുന്നതാണ് ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ ആ കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഏത് സബ് സീക്വൻസും കൺവേർജൻ്റ് ആയിരിക്കും. കൺവേർജ് ചെയ്യുന്നത് ആ സീക്വൻസ് കൺവേർജ് ചെയ്തിരിക്കുന്ന അതേ ലിമിറ്റിലേക്ക് തന്നെയായിരിക്കും അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് റിസൾട്ട്സുകൾ നമ്മൾ ഓർഡിനറി കൺവേർജൻസ് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത് തന്നെ ആ കാര്യങ്ങൾ തന്നെ നമ്മൾ വീക്ക് കൺവേർജൻസിലേക്ക് വരുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെ അവിടെയുമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ലെമ്മയിൽ പറയുക. lemma weak convergence. Let sequence xn be a weakly convergent sequence in a normal space capital X. Say xn converges to x weakly. Xn converges to x weakly. Then the first result is the weak limit of sequence xn is unique. Weak limit of sequence xn is unique. Weak limit unique ആയിരിക്കും. Second result, every subsequence of sequence xn converges weakly to x. Sequence xn weakly convergent ആണ്, എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എക്സിൻ്റെ ഏതൊരു സബ് സീക്വൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ സബ് സീക്വൻസും വീക്ക്ലി കൺവേർജൻ്റ് ആയിരിക്കും. കൺവേർജ് ചെയ്യുന്നത് എങ്ങോട്ട് തന്നെ ആയിരിക്കും, സെയിം ലിമിറ്റ് എക്സിലേക്കായിരിക്കും, സെയിം ലിമിറ്റ് എക്സ്. ദെൻ തേർഡ് റിസൾട്ട് ആണ് പറയുക സീക്വൻസ് നോം എക്സൻ ഈസ് ബൗണ്ടഡ്. സീക്വൻസ് നോം എക്സൻ ഈസ് ബൗണ്ടഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെമ്മ പ്രൂവ് ചെയ്യുമ്പോൾ യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം അപ്ലൈ ചെയ്യുന്നുണ്ട്. യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം യൂസ് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ ലെമ്മ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിലേക്ക് വരാം. വീക്ക് ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സൻ ഈസ് യൂണീക്ക് പ്രൂഫ്. അപ്പോൾ നമ്മൾ രണ്ട് ലിമിറ്റ്, സപ്പോസ് വി കൺസിഡർ ടു വീക്ക് ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സൻ, ദാറ്റ് ഈസ് എക്സൻ കൺവേർജസ് ടു എക്സ് വീക്ക്ലി ആൻഡ് സപ്പോസ് എക്സൻ കൺവേർജസ് ടു വൈ വീക്ക്ലി. സോ എക്സൻ സീക്വൻസ് എക്സന് രണ്ട് വീക്ക് ലിമിറ്റ് ആണെന്ന് അസ്യൂം ചെയ്തു, എക്സും വൈ. അത് നമ്മൾ എന്ത് കാണിക്കണം, എക്സും വൈയും സെയിം ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, സോ സപ്പോസ് എക്സൻ കൺവേർജ് ടു എക്സ് വീക്ക്ലി ആണെങ്കിൽ ബൈ ദിസ് ഡെഫിനേഷൻ ഓഫ് വീക്ക് കൺവേർജൻസ് നമുക്ക് എന്ത് പറയാം, ഫോർ ഓൾ എഫ് എലമെൻറ്റ് ഓഫ് എക്സ് ഡാഷ് എഫ് ഓഫ് എക്സൻ എങ്ങോട്ട് പോകും, എഫ് ഓഫ് എക്സൻ കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. Similarly, since xn converges to y weakly, so by the definition of weak convergence we get for all f element of x dash f of xn converges to what ആയിരിക്കും, f of y, f of xn converges to f of y. Okay, ഇനി സീക്വൻസ് എഫ് ഓഫ് എക്സിനെ പറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്കിവിടെ സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു കിട്ടി. ഇവിടെ നമുക്ക് കിട്ടി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് വൈയിലേക്ക് കൺവേർജ് ചെയ്യുന്നു കിട്ടി. സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള സീക്വൻസ് ആണ്, എഫ് ഈസ് എ ബൗണ്ടറി ലീനിയർ ഫംഗ്ഷണൽ, എഫ് ബിലോങ്സ് ടു എക്സ് ഡാഷ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് സ്കെയിലാർസ് ആണ്. അതൊന്നെങ്കിൽ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, സീക്വൻസ് ഓഫ് സ്കെയിലാർസ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ സിൻസ് സീക്വൻസ് എഫ് ഓഫ് എക്സ് ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ്, ഇറ്റ്സ് ലിമിറ്റ് ഈസ് യുണീക്ക്. സീക്വൻസ് ഓഫ് നമ്പേഴ്സ് കൺവേർജൻ ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് യുണീക്കാണ്, നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. സീക്വൻസ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് റിയൽ സീക്വൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് സീക്വൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ സീക്വൻസ് കൺവേർജൻ ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് യുണീക്കാണ്, നമ്മൾ കാൽക്കുലേഷൻ പഠിക്കുന്നതാണ്. അപ്പോൾ അതേ റിസൾട്ട് ഇവിടെ സീക്വൻസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ്. അതൊന്നെങ്കിൽ ഒരു റിയൽ സീക്വൻസ് ആകും അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സീക്വൻസ് ആകും, സ്കെയിലാർസ് ഏതാണെന്ന് അനുസരിച്ചിരിക്കും. ഓക്കെ,
അപ്പോൾ ആ സീക്വൻസ് കൺവേർജൻ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. കൺവേർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ലിമിറ്റ് യുണീക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ഒരു യുണീക്ക് ലിമിറ്റിലേക്കായിരിക്കും. ഇവിടെ നമുക്ക് കിട്ടിയ എഫ് ഓഫ് എക്സ് കൺവേർജ് ടു എഫ് ഓഫ് എക്സ് ആണ്, ഇവിടെ നമുക്ക് കിട്ടിയ എഫ് ഓഫ് എക്സ് കൺവേർജ് ടു എഫ് ഓഫ് വൈ ആണ്. പക്ഷേ നമുക്കറിയാം സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് യുണീക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് വൈ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. സോ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. That is, we get for all f element of x dash f of x is equal to f of y. Okay, this is true for all f element of x dash. So for all f element of x dash, we get f of x equal to f of y. That is, for all f element of x dash, we get f of x minus f of y, which is equal to f of x minus y, since f is linear. That is equal to 0. Okay, that is equal to 0. So we get f of x equal to f of y. Therefore, for all f element of x dash, we get f of x minus f of y equal to 0, and that implies f of x minus y equal to 0 for all f element of x dash. നമ്മൾ നേരത്തെ റിസൾട്ട് പഠിക്കുന്നുണ്ട്, കൊറോളറ്റ് പഠിക്കുന്നുണ്ട് 4.3. For all f element of x dash f of x equal to 0 ആണെങ്കിൽ that implies that x is equal to 0. ഇവിടെ നമുക്ക് കിട്ടിയ f of x minus y equal to 0 for all f element of x dash. So using that corollary, we get x minus y is the 0 vector. So that implies x minus y equal to 0, and that implies x equal to y. That implies x equal to y. That means sequence x and വീക്ക്ലി കൺവേർജൻ ആണെങ്കിൽ അതിൻ്റെ വീക്ക് ലിമിറ്റ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. വി ഗെറ്റ് എക്സ് ഈക്വൽ ടു വൈ, സോ ദാറ്റ് ദ വീക്ക് ലിമിറ്റ് ഈസ് യുണീക്ക്. ഓക്കെ, ദെൻ പാർട്ട് ബിയിൽ പറയുന്നത് സീക്വൻസ് എക്സ് ആൻഡ് വീക്ക്ലി കൺവേർജൻ ആണെങ്കിൽ അതിൻ്റെ ഏത് സബ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതും വീക്ക്ലി കൺവേർജൻ്റ് ആയിരിക്കും. കൺവേർജ് ചെയ്യുന്നത് സെയിം ലിമിറ്റ് എക്സിലേക്ക് തന്നെ ആയിരിക്കും, സെയിം വീക്ക് ലിമിറ്റ് എക്സിലേക്കായിരിക്കും അത് കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗിവൺ എക്സ് ആൻഡ് കൺവേർജസ് ടു എക്സ് വീക്ക്ലി. That implies, by the definition of weak convergence, we get f of x and converges to f of x for all f element of x dash. ഇനി ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ്, അത് കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീക്വൻസ് ഓഫ് നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, സീക്വൻസ് ഓഫ് നമ്പേഴ്സ് കൺവേർജൻ ആണെങ്കിൽ അതിൻ്റെ ഏതൊരു സബ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും, സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്നിൻ്റെ ഏതൊരു സബ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് കൺവേർജൻ്റ് ആയിരിക്കും. കൺവേർജ് ചെയ്യുന്നത് ആ സെയിം ലിമിറ്റിലേക്കായിരിക്കും. ഈ സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് അതേ ലിമിറ്റിലേക്ക് തന്നെയായിരിക്കും ഇതിൻ്റെ ഏതൊരു സബ് സീക്വൻസും കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കൺവേർജൻ സീക്വൻസ് ആണ്, സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് കൺവേർജൻ ആണെങ്കിൽ ഇതിൻ്റെ ഏതൊരു സബ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതും കൺവേർജൻ ആയിരിക്കും. കൺവേർജ് ചെയ്യുന്നത് ഈ സീക്വൻസ് ഇതിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് അതേ ലിമിറ്റിലേക്ക് തന്നെയായിരിക്കും ഇതിൻ്റെ ഏതൊരു സബ് സീക്വൻസും കൺവേർജ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് സിൻസ് sequence f of x is a convergent sequence of numbers, hence every subsequence of sequence f of x converges to f of x. കാരണം ഇത് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് കൺവേർജ് ചെയ്യുന്ന എഫ് ഓഫ് എക്സിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏതൊരു സബ് സീക്വൻസും ഇങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്തുള്ളൂ. കൺവേർജസ് ടു ദ സെയിം ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എഫ് എലമെൻറ്റ് ഓഫ് എക്സ് ഡാഷ്. ദാറ്റ് മീൻസ് നമുക്ക് എന്താ പറഞ്ഞത്, അതായത് എഫ് ഓഫ് എക്സിൻ്റെ സീക്വൻസ് എഫ് ഓഫ് എക്സിൻ്റെ ഏതൊരു സബ് സീക്വൻസും കൺവേർജൻ്റ് ആയിരിക്കും. കൺവേർജ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സിലേക്കായിരിക്കും എന്നാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞാൽ സീക്വൻസ് എക്സിൻ്റെ ഏതൊരു സബ് സീക്വൻസും വീക്ക്ലി കൺവേർജൻ്റ് ആയിരിക്കും. വീക്ക്ലി കൺവേർജസ് ടു എക്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സപ്പോസ് വി കൺസിഡർ എക്സ് ആൻഡ് കെ ബി എ സബ് സീക്വൻസ് ഓഫ് സീക്വൻസ് എക്സ്. സീക്വൻസ് എക്സിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ് സീക്വൻസ് എക്സ് ആൻഡ് കെ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എക്സ് ആൻഡ് കെ എപ്പോഴാണ് വീക്ക്ലി കൺവേർജൻ്റ് ആവുന്നത്? ഫോർ ഓൾ എഫ് എലമെൻറ്റ് ഓഫ് എക്സ് ഡാഷ് സീക്വൻസ് എഫ് ഓഫ് എക്സ് ആൻഡ് കെ എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടോ? എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടോ നമുക്കറിയണം അല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്നിൻ്റെ ഏതൊരു സബ് സീക്വൻസും. ഇവിടെ സീക്വൻസ് എഫ് ഓഫ് എക്സ് ആൻഡ് കെ എന്ന് പറയുന്നത് സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്നിൻ്റെ ഒരു സബ് സീക്വൻസ് ആണല്ലോ. എഫ് ഓഫ് എക്സ് ആൻഡ് കെ എന്ന് പറയുന്നത് സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്നിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്നിൻ്റെ ഏതൊരു സബ് സീക്വൻസും എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ട് എഫ് ഓഫ് എക്സിലേക്കാണ്. അതുകൊണ്ട് തന്നെ സീക്വൻസ് എഫ് ഓഫ് എക്സ് ആൻഡ് കെയും എങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്തുള്ളൂ, എഫ് ഓഫ് എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്നു. സോ that result is true for all f element of x dash. That is true for all f element of x dash. So we get for all f element of x dash f of x and k converges to f of x. Okay, that means നമുക്ക് എന്ത് പറയാം? Therefore sequence x and k converges to x weakly. ഇതിലാണ് weak convergence definition. For all f element of x dash f of x and k converges to f of x. Therefore we get x and k converges to x weakly. x and k എന്ന് പറയുന്നത് സീക്വൻസ് എക്സിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ്.
അപ്പോൾ അതിൻ്റെ ഒരു സബ്സീക്വൻസ് എടുത്തപ്പോഴും അതും എന്താണെന്ന് കിട്ടി, അതും വീക്ക്ലി കൺവേർജൻ ആണെന്ന് കിട്ടി. അത് ഇങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്യുന്നത്, വി കൺവേർസ് ഇങ്ങോട്ട് തന്നെയാണ്, സെയിം ലിമിറ്റ് എക്സിലേക്ക് തന്നെയാണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് മീൻസ് ഒരു സീക്വൻസ് എക്സ് ആൻഡ് വീക്ക്ലി കൺവേർജൻ ആണെങ്കിൽ അതിന് ഏതൊരു സബ്സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതും വീക്ക്ലി കൺവേർജൻ ആയിരിക്കും, കൺവേർസ് ടു ദ സെയിം വീക്ക് ലിമിറ്റ്, കൺവേർസ് ടു ദ സെയിം വീക്ക് ലിമിറ്റ്. ഓക്കെ, ദെൻ പാർട്ട് സി, സീക്വൻസ് നോം എക്സൻ ഈസ് ബൗണ്ടഡ്. സീക്വൻസ് നോം എക്സൻ ഈസ് ബൗണ്ട്. അവിടെ നമ്മൾ യൂണിഫോം ബൗണ്ട്നെസ് തിയറമാണ് യൂസ് ചെയ്യുക. So given xn converges to x weakly, that implies by definition that implies f of xn converges to f of x for all f element of x dash. ഇവിടെയും സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ്, അത് കൺവേർജൻ്റ് ആണ് നമുക്കറിയാം, എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, കൺവേർജൻ സീക്വൻസ് എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. സോ നമ്മൾ അതിൻ്റെ ബൗണ്ട് കൺസിഡർ ചെയ്യണം. So we consider mod f of xn, so that bound is cf. So we get mod f of xn less than or equal to cf for all n, cf for all n. This we consider that bound less than or equal to cf for all n. This is our bound. Okay, where cf depends on f, എഴുതിയിരിക്കുന്ന മിസ്റ്റേക്ക് ആണ്, where cf depends on f but not on n. cf depends on f not on n, അപ്പോൾ തിരിച്ച് എഴുതണം, not on n, depends on f. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി കൺവേർജൻസ് സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ we get mod f of x less than or equal to some cf. Okay, now consider the canonical mapping c from x to x double dash. We consider the canonical mapping c from x to x double dash. Okay, so that is we defined it by, നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു, സി എക്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സി എക്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി എക്സ് ഓഫ് എഫ് അല്ലേ. കാനോനിക്കൽ മാപ്പിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്യും, സി എക്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു f of x which is equal to gx of f. Okay, ഇങ്ങനെ നമ്മൾ കാനോനിക്കൽ മാപ്പിംഗ് ഡിഫൈൻ ചെയ്തു. സോ ഹിയർ വി കൺസിഡർ gn belongs to x double dash, which is defined by gn of f equal to f of xn. ഇവിടെ നമ്മൾ ജസ്റ്റ് ജി എൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജി എക്സ് എൻ ആണ്. ജി എക്സ് എന്നിനെയാണ് നമ്മൾ ജി എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുതാൻ എളുപ്പത്തിന് വേണ്ടി ജി എക്സ് എന്നിനെ ജി എൻ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ജി എക്സ് എൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് വരിക. ജി എക്സ് എൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എൻ ബൈ ദ ഡെഫിനിഷൻ. ജി എക്സ് എൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എൻ എന്നാണ്. സോ നമ്മൾ ആ ജി എക്സ് എന്നിനെ നമ്മൾ ജി എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ വി ക്യാൻ ഡിഫൈൻ ജി എൻ ബിലോങ്സ് ടു എക്സ് ഡബിൾ ഡാഷ് ബൈ ജി എൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു f of xn where f element of x dash, where f element of x dash. Okay, and norm gn is equal to നമ്മൾ gn of f is equal to f of xn ആണെങ്കിൽ norm gn അത് നമ്മൾ പറഞ്ഞാണ്. norm gn is equal to എന്താണ്, norm gn is equal to norm xn ആണ്. norm gn is equal to norm xn ആണ്. Okay, therefore for all n modulus of gn of f, we consider modulus of gn of f, so that is equal to modulus of f of xn, so which is less than or equal to cf. So we get modulus of gn of f less than or equal to cf for all n. That is we get the sequence mod gn of f, sequence modulus of gn of f is bounded for all f element of x dash. It is bounded for all f element of x dash. Okay, then we use the uniform boundedness theorem to the sequence gn, where gn is a mapping from x dash to k, where x dash is a Banach space, and from equation 1 we get sequence modulus of gn of f is bounded. Then by using the uniform boundedness theorem we get sequence norm gn is bounded. Just in class statement നോക്കുക, uniform boundedness theorem നോക്കുക. ഇവിടെ sequence gn എന്ന് പറയുന്നത് Banach space x ഡാഷിൽ നിന്നും സ്കലാർ ഫീൽഡ് കെയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ 1 നമുക്ക് കിട്ടുന്നുണ്ട് സീക്വൻസ് മോഡുലസ് ഓഫ് ജി എൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ്സ് എ പോയിന്റ് വൈസ് ബൗണ്ടഡ്നെസ് കണ്ടീഷൻ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം വെച്ച് നമുക്ക് പറയാം സീക്വൻസ് നോം ജി എൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കും.
ബട്ട് നോം ജി എൻ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നോം ജി എൻ എന്ന് പറയുന്നത് നോം എക്സിനോട് ഈക്വൽ ആണ്. നോം ജി എൻ ഈസ് ഈക്വൽ നോം എക്സ്. ദെർഫോർ we get sequence norm xn is bounded. Therefore we get sequence norm xn is bounded. Okay.